വീഴ്ച എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉണ്ടാവും. അതുപോലെ ജയിലിൽ ചാടിയതിനൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഉണ്ടാവും. അപ്പോൾ അതിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഈ ഗോവിന്ദച്ചാമി ഒരു കൊടും കുറ്റവാളിയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം ഞങ്ങൾ അന്ന് ഈ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ 14 കേസുകൾ തമിഴ്നാട്ടിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ ലിസ്റ്റ് എടുത്ത് ഞങ്ങളന്ന് കോടതിക്ക് സമർപ്പിച്ചിരുന്നു. അങ്ങനെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത് ഓർക്കുന്നു. ഈ റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രിഡേറ്ററാണ് ഈ ഗോവിന്ദച്ചാമി. അക്കാര്യം ഈ സീരീസ് ഓഫ് കേസുകളുടെ കൺവിക്ഷനിലൂടെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. അത്തരം ആളുകൾ സമൂഹത്തിന് വളരെയധികം ഡേഞ്ചറസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമൂഹ മധ്യത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റിയ മാനസിക അവസ്ഥയുള്ള ഒരു ആളല്ല ഈ കുറ്റവാളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.